பேரு பருந்த, அந்த பருந்து கீழ 100 பசங்க. ജോക്കർ മാമനൊക്കെ പോയോ? ഇവന്മാരൊക്കെ ഇറങ്ങിയടാ, അഞ്ചരക്കണ്ണിയൊക്കെ ഇറങ്ങിയടാ. ഹലോ ആ വണ്ടി കഴിക്കോ? ഹലോ ഇതാരാ? ഹലോ പേരെന്നാ? എടാ നീ എടാ എടാ നിന്റെ പേരെന്തായിരുന്നു പറഞ്ഞേ? എന്റെ പേര് ഷാലു. ഓക്കെ ശരി, ഇപ്പൊ വരാമേ. ഹലോ കുട്ടി, ഹലോ. എലി രാജയെ കട്ട് നല്ല പ്രായമുള്ള ഒരു ശരീരം. എലി നോക്കുന്നേ ഒരു 35 വയസ്സിന് മേലെയാണെങ്കിൽ എലി ആയിരിക്കും എന്ന് വിചാരിക്കുകയും ചെയ്തോ. 35 വയസ്സോ? എന്റെ മുഖത്തോട്ടൊന്ന് നോക്കിയാ നല്ലപോലെ. 40, സോറി തെറ്റിപ്പോയതാ. 40 നിന്റെ ബാബു, ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞു തരി, തുറന്നു പറ. നിന്നെ ഞാൻ ഏതോ പെമ്പിള്ളാര് തന്ത തല്ലിക്കൊന്നാ വിചാരിച്ചേ. ഏത് പെമ്പിള്ളാരെ? ഇവിടെ കൊറേ പേരുടെ പുറകിൽ നടപ്പുണ്ടായിരുന്നല്ലോ പണ്ട്. അപ്പൊ അവരുടെ ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് അങ്ങനെ കണ്ടവരെ പുറകെയൊന്നും പോകാൻ പാടില്ല. എനിക്ക് 3 ഭാര്യമാരുണ്ട് ഇവിടെ. ഞാനെല്ലാം കണ്ടായിരുന്നു. അഭിനയിച്ചിരുന്ന എനിക്ക് 4 പട്ടിച്ച് ഇറക്കായിരുന്നു കേട്ടോ, മെറ്റക്കള്ളി. അയ്യോ ഓ അങ്ങനെ. വാമപ്പിന് കയറിയതാണോ? അല്ലല്ല, എന്റെ ഇത് അടിച്ചു പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ എന്നെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു വിട്ടതാ. ഓ അങ്ങനെ, ഓക്കെ ഓക്കെ ഓക്കെ. ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം. നിന്റെ 3 ഭാര്യമാര്. ഞാൻ ഒരു കാര്യം പറയട്ടെ, 2 സെക്കൻഡ് എനിക്ക് ഇപ്പൊ ഞാൻ കളിക്കി തരാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, കലക്കണമെങ്കിൽ ഒരു നല്ലൊരു സെറ്റ് ആയിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് കളിക്കോ. ആദ്യത്തെ 2 ദിവസം സപ്പോർട്ട് ചെയ്തോടെ. എലി ഒന്നുമില്ലെങ്കിലും എലിയും മുലളിയും ഇത്രത്തോളം സെറ്റാക്കി കൊണ്ടുവന്നത് ആരായിരുന്നു? ആരാണ് താജ്മഹലിന്റെ ഐഡിയ കൊടുത്തത്? ഞാനാ കൊടുത്തത്. എനിക്ക് ആ പന്നിക്കാരന്റെ കൂടെ ആയിരുന്നു ഞാനൊന്ന് പറഞ്ഞു കൊടുത്ത. ആരാണ്? അല്ല, പന്നിക്കാരന്റെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്? എലിയല്ലേ പറഞ്ഞത് ഈ പന്നിയും പന്നി കണ്ടവുമാണ് എലിക്ക് കൂടുതൽ താല്പര്യം എന്ന്. ബാബു, ഏതോ പന്നിത്തോട്ടക്കാരൻ എന്റെ സൗന്ദര്യം എന്റെ ബുദ്ധിയും കൊണ്ടൊന്ന് പ്രപ്പോസ് ചെയ്തതാണ്. ഞാൻ പറയാം, ഞാൻ ഒരു മീഡിയം റേഞ്ച് കള്ളം വരെ സപ്പോർട്ട് ചെയ്യാം, പക്ഷെ അതിനും കൂടുതൽ പാടായിരിക്കും. അല്ല, സൗന്ദര്യം കണ്ട് വന്നതാണോ? ഓക്കെ ഓക്കെ, ബുദ്ധി ഓക്കെ ഓക്കെ, സൗന്ദര്യം ഇപ്പൊ ഫൈൻ, ഇപ്പൊ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ബുദ്ധിയെങ്കിലും ഒഴിവാക്കി തന്നല്ലോ, അതിന് പകുതിയെങ്കിലും ഒഴിവാക്കിയല്ലോ. ഞാൻ സപ്പോർട്ട് ചെയ്യാം, പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്തായിരുന്നു ഡിമാൻഡ്? ഒന്ന് കലക്കി തരണം. ഏതാ? ബൂസ്റ്റ്, ഹോർലിക്സ്? ഒരു ബന്ധം കലക്കി തരണം. ബന്ധോ? സൂപ്പർ ആയിട്ട് കലക്കാലോ. ഏതാ? ആരുടെ ബന്ധമാ? ഊഹിക്ക്. പരിധുവാസു ആരും കൂടെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അയാൾ അവിടെ ഒരു ദർശനത്തിന് പോവാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഓ, ദർശനയുടെ കൂടെയാണോ? അത് കലക്കി തരാം. അതെന്തോ ഭയങ്കര പാടുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഞാൻ ഇതുവരെ ആ കാമക്കണ്ണന് ഇനി എനിക്ക് വേണ്ട, പക്ഷെ ഒരു പെണ്ണും കിട്ടരുത്. ഇനി ലൈഫ് ലോങ് മുരളി സിംഗിൾ ആയിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ വേറൊരു ഐഡിയ പറയട്ടെ. മുരളിക്ക് ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു സംഭവമുണ്ട്. മുരളി ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന എപ്പോഴായിരിക്കും അറിയാവോ? ഈ 3 ഗേൾസ് എന്റെ ഗേൾ ഫ്രണ്ട്സ് ആണെന്ന് അറിഞ്ഞ മുരളി ചങ്ക് പൊട്ടി മരിക്കാൻ ചാൻസ് ഉണ്ടില്ലേ? മുരളി തകരും, കൺഫേം. ഞാൻ മുരളിയാണ് സത്യം. 3 താലി ഇപ്പൊ ശരിയാക്കി തരാം. 3 താലി എടുത്ത് വെക്കാൻ ദാ വരുന്നേ. അങ്ങനെയല്ല, പറഞ്ഞാൽ മതി. നമുക്ക് സംസാരിക്കാം. കൊണ്ടുപോകും എലിക്കരിക്കോ. അവർക്ക് 3 പേർക്ക് അവരെ പേരറിയില്ല കേട്ടോ. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അയ്യോ, പക്ഷേ അറിയത്തില്ല അവരാരാന്ന്. അവർക്കറിയില്ല. അവര് അച്ചു, ലച്ചു, കിച്ചു. അച്ചു, കിച്ചു, ലച്ചു, ഞാൻ സച്ചു. അവർക്ക് ഈ 35ാമത്തെ വയസ്സിൽ നിനക്ക് നിന്റെ കണ്ണാടി നോക്കിയിട്ട് സച്ചു എന്ന് വിളിക്കാൻ കുറച്ച് നാണം തോന്നുന്നുണ്ടാ? കുറച്ച് ഉളുപ്പ്. ഫാർ ബെറ്റർ ദാൻ രേവതി. ഞാൻ സംസാരിക്കാം. പിന്നെ ഒരു കാര്യമുണ്ട് ബാബു, ഞാൻ വേറെ കാര്യം പറയട്ടെ. ഞാൻ അല്ല, വേണ്ട. വേറെ പൈസ
ബൈസെക്ഷൽ ആക്കി കളയും. അച്ചു ലച്ചു കിച്ചു അച്ഛനെ ബാപ്പു അച്ഛനെ ബാ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുക കേട്ടോ. എലി. എലി ഇതാണ് എലി. എന്റെ 3 ഗേൾ ഫ്രണ്ട്സ് ആണ് കേട്ടോ. അച്ചു ലച്ചു കിച്ചു. ഇപ്പൊ കാണിച്ചുതരാം. അതെ ഇത് ഏതാണ് ബാബു? അതിനകത്ത് ഏതാ അച്ചു? ഇനി എന്തായാലും എല്ലാരും കാണാനും 3 ഒരുപോലെ, സംസാരം ഒരുപോലെ, ഷൂസ് ഡ്രസ് എല്ലാം ഒരുപോലെ. ആരായാലും എന്താ 3 പേരുണ്ട്. അച്ചു ലച്ചു സച്ചു. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയേ, ഇപ്പൊ ഇതാണ് അച്ചു എന്നും പറഞ്ഞ് ഞാൻ വിളിച്ചോണ്ട് പോയി സംസാരിച്ചാലും ഒരുപോലെ ഇരിക്കുന്ന. ഇതാണ് അച്ചു എന്ന് പറഞ്ഞ് സംസാരിച്ചാലും ഒരുപോലെ ഇരിക്കുന്ന. അച്ചുനപ്പോ അത് വിഷമാവത്തില്ല അച്ചു? ഇല്ല, ഇവർക്ക് 3 പേർക്ക് ഇവരെ 3 പേരെ കാര്യം അറിയാലോ. അതുകൊണ്ടല്ലേ ഇവർക്ക് 3 പേർക്കും കൂടെ ഒറ്റ ഭർത്താവ് മതിയെന്ന് പറഞ്ഞത്. അല്ലെ ആയി ഭർത്താവ് വേക്കൻസി ഇല്ല ബ്രോ. ആയി എന്റെ ഗേൾ ഫ്രണ്ട്സ് ആണ്. ഇത് എന്റെ ഗേൾ ഫ്രണ്ട്സ് ആണ്. ഇല്ല കഴിഞ്ഞു ഫില്ലായി വരുന്നുണ്ടോ? ഞങ്ങൾക്ക് 4 പേര് വേണം. അല്ല അത് എനിക്ക് താല്പര്യമില്ല കേട്ടോ. ഈ ഒരു കുട്ടി ഇതിലോട്ട് ആടി കുട്ടിയല്ല ഈ ചേച്ചിയെ. വേണ്ട എലി നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. ഞാൻ വിട്ടു എലി എന്നെക്കാട്ടി ശരിക്കും 2 യു ആർ നോട്ട് ഈസ് അച്ചു. അല്ല ലച്ചു അല്ല അച്ചു. ഒരു പായിൽ കിടന്ന് ഉറങ്ങി ഒരു ഇലയിൽ ഉണ്ടാകുന്ന ആളുകളാണോ? ഒരു കട്ടിൽ കിടക്കും. അതെ, അവര് ചെറുത് മുതൽ ഇതുവരെയും അവര് 3 പേർക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. അപ്പൊ അവര് 3 പേര് ഒരുമിച്ചാ കിടക്കുന്നേ. അല്ല എനിക്ക് പൊട്ടി കിടക്കുന്ന പേടിയാ. അങ്ങനല്ല, നമ്മൾ സംസാരിച്ചപ്പോ ഒരേ വൈബ്. അപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് വെച്ചു. അപ്പൊ ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ ലോങ് സ്റ്റോറി ആയിരുന്നു, പക്ഷെ ഞാൻ ഷോർട്ട് ആക്കി യെസ് എന്ന് പറഞ്ഞു. ഇല്ല കള്ളൊന്നുമല്ല. നമ്മൾ കല്യാണം കഴിക്കാൻ റെഡിയല്ലേ. ഇത് അതുകൊണ്ടാണ്. ഇത് ഫസ്റ്റ് ഫോർമാലിറ്റി ആണ്. മൊലാലിയുടെ എക്സ് ഗേൾ ഫ്രണ്ട് ആണിത്. പിന്നെ മൊലി ഞാൻ പറഞ്ഞ മൊലി പാവമാണ്. ശരിയായിട്ടൊരു പാവമാണ്. അല്ലേ എലി? പാപം എന്നാണോ പറയേണ്ട? പാവം എന്നാണോ? അല്ല എനിക്കിഷ്ടായ പോലെ. ഇപ്പഴാ നിങ്ങള് റെഡിയാണ് ഇപ്പൊ കെട്ടാൻ? മുട്ടി നിക്കുവാന്നാ പറഞ്ഞേ. അയ്യോ ഞാൻ റെഡിയല്ല ഇപ്പോ. എന്റെ സ്വപ്നത്തിൽ പോലും 3 പേരില്ല, ഒരാളേ ഉള്ളൂ. ഇത് എനിക്കൊന്ന് ഇന്ന് കിടന്ന് 2 പേരാക്കണം, നാളെ കിടന്ന് തുടങ്ങി 3 പേരാക്കണം. ഈ സ്വപ്നത്തിലെങ്കിലും 3 പേര് 2 ദിവസം കൊണ്ട് എനിക്ക് ഒന്ന് റെഡിയാക്കണം. അയ്യോ അങ്ങനെയല്ല, കിടന്ന് ഉറങ്ങുമ്പോഴുള്ള കാര്യം പറയാം. സ്വപ്നം കാണുമ്പോ 1 2 2 3 ആവും. അതാ ഇവിടുത്തെ പ്രശ്നം. അതല്ല, ഇവർക്ക് ഇനി ഒരാളും കൂടെ വേണോന്ന്. ഞാൻ ഇനി അതും കൂടെ ഒപ്പിക്കേണ്ടേ? നിങ്ങൾക്ക് ഒരാളൂടെ വേണോ? അവർക്ക് ഒറ്റ സംഖ്യ ഇഷ്ടമല്ല, എപ്പോഴും ഇരട്ട സംഖ്യ. പോയി കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. 4 പേരാ നല്ലത്. അതെ, ഒറ്റ സംഖ്യ മൂഞ്ചൂന്നല്ലേ? അതെ. എന്നിട്ട് നീ മൂഞ്ചിയില്ലല്ലോ ഒറ്റയ്ക്ക്. ഓ, എന്റെ ഫ്രണ്ടിൽ ഒട്ടും മൂഞ്ചാത്ത ഒരാളാണല്ലോ നിക്കുന്നേ. മുരളി എവിടെ? അത് ഞാൻ അങ്ങനെ വേണ്ടെന്ന് വെച്ചല്ലേ. എന്നിട്ട് പന്നിത്തോട്ടം കിട്ടിയോ? ഇല്ല, അതും പോയി. വാഴത്തോട്ടം ഒരു കൊരങ്ങൻ കാട്ടിന്ന് വന്നു, അതുവരെ പോയി. നമുക്ക് ആദ്യം ഇവരുടെ കല്യാണം നടത്തിയാലോ? അല്ല, ഈ പുള്ളിക്കാരിക്ക് മൃഗങ്ങളെയാണ് കൂടുതൽ താല്പര്യം. പരുന്ത്, പിന്നെ മൃഗങ്ങൾ, പക്ഷികൾ. അയ്യോ എനിക്ക് അയാളെ വേണ്ട. സോറി ഞാനിപ്പം വേറൊരാളോട്ട് കമ്മിറ്റഡ് ആണ്. ഇനി അതാരാ? അതൊക്കെ കുറച്ച് സീക്രട്ട്. സച്ചേട്ടൻ പറഞ്ഞു ഞങ്ങളോട്, ഞങ്ങൾക്ക് രാവിലെ ചായയുടെ കൂടെ ചിക്കൻ തരും, ഉച്ചക്ക് ചോറിന്റെ കൂടെ ചിക്കൻ. ഇതിനകത്തുള്ള കാര്യമാണ് എലി. അത് അത് പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു കാട്ടുകോഴി ആണോ?
ആണോ അല്ലല്ല, ആ അല്ലല്ല. അതെന്താന്നറിയാ, പണ്ട് ബാബുവിന്റെ അച്ഛന് ബംഗാളില് കോഴി ബിസിനസ് ഉണ്ടായിരുന്നു. അതെ അതെ അന്ന് ചത്തുപൊങ്ങിയ കോഴികളെയൊക്കെ ഇപ്പൊ സിറ്റിയിലോട്ട് ഇറക്കിയിട്ടുണ്ട്. അതെല്ലാം കൂടെ നിങ്ങളുടെ അണ്ണാക്കിലോട്ട് കുത്തിക്കയറ്റി തരാനാ. സത്യം സത്യം കുറെ കോഴി ഞാൻ പണ്ട് മുരളിയിലെ കൊടുത്തിട്ടേ കുറെ കോഴി മുരളിയിലെ കൊടുത്ത് മുരളിയുടെ പഴയ ഗേൾഫ്രണ്ട് ഒരു കാട്ടുകോഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. എലി ഇപ്പൊ ഓക്കെ അല്ലേ? ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളെ ഇപ്പൊ പ്രപ്പോസ് ചെയ്യാൻ കൊണ്ടുവന്നു ചായക്കടയില്. അയ്യോ അങ്ങനെയല്ല അത് എലി അങ്ങനെയല്ല, ഒരു കോഫി ഡേറ്റിന് പോകുമെന്ന് ചോദിച്ചു എലി. ഞാനൊരു കാര്യം പറയട്ടെ ബാബു, ആ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് എടുത്തു തരട്ടെ. മറ്റേ എന്നെ ഒന്ന് എടുക്കാവോ എന്നിട്ട് രണ്ടുപേരും സൈഡിൽ നിൽക്കാവോ? നടുക്കൊരാൾ എടുക്കുക, എന്നെ ഒന്ന് എടുക്കുക, എന്നിട്ട് രണ്ടുപേരും സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഫോട്ടോ എടുക്കായിരുന്നു. അത് എലിക്കൊന്ന് വാൾപേപ്പർ ഇടാൻ. എന്റെ ലൈഫ് ഇങ്ങനെ മാറും ഒരിക്കലും എലി സ്വപ്നം പോലും കണ്ടില്ല. പക്ഷെ ഇതൊക്കെ അല്ല അങ്ങനല്ല, ഞങ്ങളുടെ ബാബുവിന് ഇല്ല അയ്യോ ഇനി നിങ്ങൾക്ക് പോണോന്ന് വിചാരിച്ചാലും ഞാൻ വിടത്തില്ല. അങ്ങനത്തെ ഒരു കാമകണ്ണന്റെ തൊഴിലാളിയാണ് ഞാൻ. അതുകൊണ്ട് അല്ല വലിയ മുലലെ തീരെ അപമാനിക്കല്ലേ എലി, എനിക്കെന്തോ വിഷമാവുന്ന പോലെ. അല്ല എന്നെ ഞാൻ എടുത്തിക്കോ. ആ ഓക്കെ അല്ലല്ല എന്നെ എടുത്താൽ മതി. എനിക്ക് അല്ല, ആ നടുക്ക് നിൽക്കുന്ന ആള് ബാബുവിനെ എടുക്കണം. എന്നിട്ട് രണ്ടുപേരും സൈഡിൽ നിന്നാൽ മതി. ഓക്കെ നടുക്ക് എന്നെ എടുക്കാവോ? റിക്വസ്റ്റ് ഇടാം, ഞാൻ അക്സെപ്റ്റ് ചെയ്യും. സ്പോട്ടിൽ അക്സെപ്റ്റ് ചെയ്യുമല്ലോ. ഞാൻ പ്രസ് ചെയ്തോണ്ടിരിക്കോ പെട്ടെന്ന്. സ്ലോ ആണല്ലോ. കുഴപ്പമില്ല എലി, എല്ലാ കാര്യങ്ങളും അത്ര സ്പീഡിന്റെ ആവശ്യമില്ല. ഒരു 3 പേരില്ലേ? ആ അല്ല മാറി ചെയ്യാം. എടുക്കോ? ഈ സച്ചിനൊന്ന് എടുക്കാവോ? എങ്ങനെ എടുക്കണ്ടെന്ന് അറിയില്ല. അതോ ഞാൻ പറഞ്ഞുതരാം. കാരിമി ക്യൂട്ടിയാണോ എലി? ഞാനങ്ങനെ ആരും എടുക്കാറില്ല, ഞാൻ അന്യപുരുഷന്മാരെ തൊടാറില്ല. അതെ I think emote is not working here. ഇല്ല ഈസി ആയിട്ട് വർക്ക് ആക്കാലോ. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ വന്നാ നോക്കിയേ. ആ അതുപോലെ എടുത്താ മതി എന്നെ. Okay. അല്ല രണ്ടും അവര് ഒരുമിച്ച് നിന്നാ മതി. അവര് ഇത്തിരി പോലും ഗ്യാപ്പ് ഇട്ടാ എനിക്ക് വിഷമാവില്ലേ? ആ കേറട്ടെ. ഇതെങ്ങനെ കേറാ? ചച്ചുവട്ടം ഭാരമായോണ്ടാണോ? ലൈറ്റ് വെയിറ്റാ. ഞാൻ കേറാൻ റെഡിയാണ്. ഞാൻ എപ്പോഴും കേറാൻ റെഡിയാണ്. ഒന്ന് എടുക്കാവോ? എന്റെ ആരെങ്കിലും ഒന്ന് എടുക്കാവോ? ഓ ഇടാവോ? എന്തിനാണ് പറയുന്നേ? ആ കിട്ടി. ഞാൻ റെഡി, ഞാൻ കേറി. അയ്യോ എന്റെ കീബോർഡ് പോരാ. ഹലോ അയ്യോ നശിച്ച കീബോർഡ് ഒരിക്കലും. ഒന്നുകൂടെ ഇടാവോ? അറിയോ ഞാൻ അറിഞ്ഞോണ്ട് അടിച്ചല്ല, ആരോ നേരത്തെ ഇട്ടത് ഇപ്പോഴും അക്സെപ്റ്റ് ആയത്. ഇവിടെ വയ്യൊന്നും വർക്കാവുന്നില്ലടാ. അയ്യോ അതെന്താ എനിക്ക് മാത്രം കേറാൻ പറ്റാത്തേ? എലി എന്തിനാ എടുക്കുന്നത്? ആ ഞാൻ ഒരു കാര്യം ഒരാള് മാത്രം കൂടെ വരാം. വാ ഇപ്പൊ വന്നോ ആർക്കെങ്കിലും? ഇട് ഇപ്പോഴോ? ഇട് പെട്ടെന്ന് ഇട്. ഹലോ ഇട്. ഒറ്റ മിനിറ്റ് എടുത്തോട്ടെ. വന്നായിരുന്നോ? എലി ചത്തുപോവല്ലേ? എടുത്തോ. ഭയങ്കര വെയിറ്റ് ഉണ്ട്, കൈ വേദന. അച്ഛന്റെ കൈ വേദനിക്കോ? പെട്ടെന്ന് എടുക്കില്ലേ? ഫൈനലി
വീടിന്റെ നടക്ക് നടക്ക് രണ്ടുപേരും ചേർന്ന് രണ്ടുപേരും രണ്ട് സൈഡിൽ വരാമോ? രണ്ട് സൈഡിൽ വരാമോ? ഇപ്പുറത്തോട്ട് നിക്കാത്തന്നെ ഇവിടെ നിൽക്ക്. കൈ നീട്ടി നിൽക്കുന്ന വല്ലതും ഉണ്ടോ എലി? എനിക്ക് കൈ വരും നീട്ടി നിൽക്കട്ടെ. അല്ല ഒരാൾ ഇപ്പുറത്ത് സൈഡ്, ഒരാൾ ഞാൻ നമ്മൾ നടക്ക്. ആ നിങ്ങൾ കൈ കെട്ടി നിൽക്കാവോ? ഇവിടെ നിൽക്ക്. കുറച്ചുകൂടെ ഇപ്പുറത്തോട്ട്, കുറച്ചുകൂടെ ഇപ്പുറത്തോട്ട്. ആ മതി മതി. അല്ല പതുക്കെ എടുത്താൽ എലി, ധൃതിയൊന്നും ഇല്ലല്ലോ. ഞാൻ കംഫർട്ടബിൾ ആണ്. ആ ഇനി നിങ്ങൾ രണ്ടു കൈ കെട്ടാവോ? മറ്റേ F5 എന്തോ ഉണ്ടല്ലോ, സ്റ്റാൻഡാ? സ്റ്റാൻഡിങ് ഷോൾഡർ. എലി എന്തെങ്കിലും ഒരു പോസിറ്റീവ് എടുക്കല്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവര് രണ്ടുപേരും അന്യരെ പോലെ ഇരിക്കുന്ന എനിക്ക് ചേർന്ന് നിൽക്കോ? ആ ക്രോശാംശ ഒന്ന് ചേർന്ന് നിൽക്കാവോ? ആ കറക്റ്റ് ചേരുവോ? ഇനി ഇങ്ങോട്ട് ചേർന്ന് സച്ചുവേട്ടിന്റെ അടുത്തോട്ട്. എന്തൊക്കെയാണോ പറയുന്നേ? എന്തൊക്കെയാണോ നടക്കുന്നത്? അർപ്പില്ല എന്ന് പറഞ്ഞിട്ട് അർപ്പിക്കാത്ത മുഴുവൻ എന്തൊക്കെയാണോ നടക്കുന്നത്? ആ ഇനി ഈ കുട്ടിയല്ല, ഇത് ലച്ചു വേണോ ചച്ചു വേണോ കിച്ചു വേണോ? ക്രോസ് ആംസ് ഇവിടെ. ഇനി നന്നായിട്ട് എടുക്കണേ, ജൂം ചെയ്തെടുക്കേ. കുറച്ചുകൂടെ പുറകോട്ട് ഇറങ്ങിയിട്ട് ജൂം ചെയ്യാവോ? പോർട്രേറ്റ് 2x. ബിബിയുടെ ഇടണേ, ബിബിയുടെ. ആ ഓക്കെ. നല്ല ഭാരമുണ്ട്, എല്ലാം തിന്നു. അത് കുഴപ്പമില്ല. അത് ഇപ്പൊ കിച്ചോ സച്ചോ ആരെങ്കിലും ഒക്കെ മരുന്നിട്ട് തരും, പേടിക്കണ്ട. ഞാൻ ഈ കുട്ടികളോട് ഞാൻ ഒറ്റയ്ക്കാണ് സംസാരിച്ചിട്ടെ ബാബു. അതിനെന്താ, ഇവര് മൂന്നുപേരും ഒന്നാണ്, പിന്നെ മിച്ചമുള്ളത് ഞാനും. അപ്പൊ നമ്മൾ 2-3 പേരായി. പറഞ്ഞോ. എലിക്കൊറ്റയ്ക്ക് സംസാരിക്കണം. ആ എലിക്കൊറ്റയ്ക്ക് സംസാരിക്കണേ, എലി ഒറ്റയ്ക്ക് സംസാരിക്കട്ടെ. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതെ. ആ അപ്പൊ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണ്ട. അയ്യോ അങ്ങനെയല്ലേ എലി, അവര് മിനിമം ക്വാളിറ്റി ഉള്ളവരോട് സംസാരിക്കാറുള്ളൂ, അതുകൊണ്ടാ. പിന്നെ നിന്നോട് സംസാരിക്കുന്നത് ഒപ്പം നിന്ന് നല്ല ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി ആണല്ലോ നമ്മളൊക്കെ, അതുകൊണ്ടല്ലേ 3 കെട്ടാന്ന് വരെ പറഞ്ഞില്ലേ എലി? എനിക്കൊരു ചെറിയ അതെ എലി വാ, മുറട്ടേക്ക് സംസാരിക്കാം. അതെ ബാബു പ്ലീസ് കീപ് ദ ഡിസ്റ്റൻസ്. ഓക്കേ നമുക്ക് 5 ഇരട്ടി ആയല്ലോ. വേണ്ടല്ലേ? അല്ല വേണ്ട. എലി പിന്നെ എലി ഒന്ന് വന്നേ ഇങ്ങനെ. എലി മറ്റേ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അടിക്കുവേ, പാര വെച്ച ഞാൻ തൂക്കുവേ. എങ്ങും മറ്റടിക്കാൻ പറ്റത്തില്ല. ആണോ? അവളുമാരില്ല, ഞാനും ഇല്ല. ആണോ? അവരെ അറിയാന്നുള്ള ആൾക്കാരാണോ? അതെ. ഓക്കെ, എന്നെ എലി ഒന്ന് വന്നേ. ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്നോട്. നിനക്ക് തോന്നുന്നുണ്ടോ ബാബു നിന്റെ ജീവിതം കുളം തോണ്ടുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യുമെന്ന്? അതൊരിക്കലും ചെയ്യില്ല എലി, അതൊരിക്കലും ചെയ്യില്ല. കാരണം എലിയും ഞാനും ഒറ്റക്കെട്ടാ. അല്ലീനി അത്രേ ഉള്ളു. അതെ, വേണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഇന്ന് ക്യാമറ വെച്ച് നോക്കിക്കോ. മണ്ടനാക്കല്ലേ, സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല. അതൊക്കെ അങ്ങ് മുതലാളിയോട്. ഞാൻ ഇറങ്ങുവാണേ. കുഴപ്പമില്ല. ബാക്കി 2 പേരെ ഞാൻ നോക്കിക്കോളാം. അപ്പൊ ബാക്കി ഒരാളെ ഞാൻ നോക്കിക്കോളാം. 3 പേരാണോ പോന്നെ? അതെ 3 പേർക്ക് ഇറങ്ങണം. ഓക്കെ. വിഷമൊന്നുമില്ല. നാളെ കാണാം. ഗേളീസിനാണോ? ബൈ സച്ചു കിച്ചു ലച്ചു. അച്ചു കിച്ചു ലച്ചു. ബൈ. ബൈ. വിൽ മിസ് യു. അയ്യോ നാളെ പ്രപ്പോസ് ചെയ്തിട്ട് കെട്ടിപ്പിടിക്കുള്ളൂ. അതറിയില്ല, ഞാൻ മാന്യനാണ്. അതെ 3 പെൺപിള്ളാരാ, പക്ഷെ മാന്യനാ. 3 പേരും പേര് പറയത്തില്ല നിന്റെ അടുത്ത്. ക്യാച്ചി, നെസ, അമൂല്. വെരി ഗുഡ്, വണ്ടർഫുൾ ഐഡിയ, ബിഗ് ബ്രെയിൻസ്. തിരിഞ്ഞിക്ക് ബാബു. നമ്മുടെ വണ്ടിയുടെ വെരി ഗുഡ്, ബിഗ് ബ്രെയിൻസ്.
ഞാനും തുടങ്ങാൻ പോകുന്ന എലി ബാബൂസ് ഏഞ്ചൽസ്. എന്നിട്ട് ഇവളുമാര് വല്ല കമാരം നമ്പ്യാരുടെ കൂടെ ഒളിച്ചോടി പോണോന്ന് പോകും. അയ്യോ സത്യം ഓർപ്പിക്കല്ലേ. പിന്നെ നമുക്ക് എലി പിന്നെ എനിക്ക് മുരളിക്കൊക്കെ ബ്രേക്കപ്പ് ഒരു പുട്ടിരിയല്ലല്ലോ. ഇല്ലല്ല അതൊരു കുത്തരിയല്ലല്ലോ, കാരണം സത്യം. കാട്ടുകോഴികൾക്ക് ബ്രേക്കപ്പ് ഇല്ലല്ലോ. സത്യം. പക്ഷെ നമുക്കറിയാം ആരെ ചൂസ് ചെയ്യണം ആരെ ചൂസ് ചെയ്യേണ്ടെന്ന്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സാധനം മോശമാണെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ കളയും. നീയൊക്കെ ഉണ്ടല്ലോ മുടിഞ്ഞു പോവും, മുടിഞ്ഞ്. എലി ഉദ്ദേശിച്ചല്ല, എലി വളരെ മോശമായതുകൊണ്ടാണ് കളഞ്ഞത്. കേസിലെന്തേ ബാബു? ക്യാൻസർ വന്ന് മരിച്ചു എലി. തേങ്ങ. അവള് ക്യാൻസർ വന്നു പോയതൊന്നുമല്ല, അവള് നിന്നെ പോലെ ഉപയോഗശൂന്യമായ ഒരുത്തന്റെ കൂടെ ജീവിക്കാൻ എലി ബാക്കി എന്ത് സഹിക്കും. എയ്ഡ്സിന്റെ അസുഖത്തിനെ പറ്റി പറയല്ലേ. എന്റെ കയ്യിൽ കിടന്നാണ് എയ്ഡ്സിൽ മരിച്ചത് എലി. എന്റെ കയ്യിൽ കിടന്നാണ് അപ്പത്താനെ ജോസ എടുത്തത്, അറിയാവോ? ആ ശ്വാസം എടുത്തിട്ട് എവിടെ കൊണ്ട് കുഴിച്ചിട്ടു? അത് പറഞ്ഞപ്പോ തന്നെ നമ്മൾ എത്തിയല്ലോ സ്ഥലം. ഇവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ബാഡി ഇവിടെ തന്നെ ഉണ്ട്. എവിടെ പോവാൻ? പിന്നെ കേസിൽ അങ്ങനെ പോയതേ ഇല്ലേ. അങ്ങനെ പരിചയമുണ്ടെങ്കിൽ കേസിൽ എന്നെ പരിചയമുണ്ടെങ്കിൽ എനിക്ക് വിഷമില്ലേ. കാരണം സച്ച് എ ഗുഡ് മെമ്മറീസ് വി ഹാഡ് ടുഗദർ. എന്തായിരുന്നു ആ ഗുഡ് മെമ്മറി ഒന്ന് പറയോ? ഒരു ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു, ഒരു ദിവസം ഒന്നല്ലേ ഇനി ഒരു കാര്യം അറിയാവോ? ബാക്കി എല്ലാ റിലേഷൻഷിപ്പും നാട്ടിലെല്ലാവരും പറഞ്ഞെടുത്തപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് മാത്രം കേസിൽ ഒളിപ്പിച്ച് വെക്കാൻ പറഞ്ഞിരുന്നു. നമ്മൾ രണ്ടുപേരും മാത്രം. എലി ആ സമയത്ത് കേസിലൊരു അബദ്ധം പറ്റിയ ഒരു ക്രഷ് ഉണ്ടായിരുന്നു. അത് മാത്രമാണ് കേസിൽ ജീവിതത്തിൽ ചെയ്ത തെറ്റ്. അതാരാന്നറിയാവോ? ചന്ദ്രബോസ്. അങ്ങനെ ഒരു തെറ്റ് എലി കേസിലിന് പറ്റിയായിരുന്നു. അതിനുശേഷം ഡയറക്റ്റ് ഞാനായിരുന്നു. അതൊരു തെറ്റായിരുന്നു. നിനക്കൊരു കാര്യം അറിയാവോ? എന്റെ അച്ഛൻ ഇവിടെ എവിടെയോ കിടന്നുറങ്ങുന്നുണ്ട്. ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഓ ഒരു 4 പേര് കിടപ്പുണ്ട്. അതൊക്കെ തന്നെ 4 പേരിൽ ആരെങ്കിലും എലിയുടെ അച്ഛനാണെങ്കിലോ? 4 പേരും ആണെങ്കിലോ എന്നാണ് ഞാൻ ചോദിച്ചേ. പക്ഷെ ഞാൻ കണ്ടുപിടിക്കും. കുഴി തോണ്ടിട്ടാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കേണ്ട. എലി ഇതൊക്കെ സഹിക്കാൻ പറ്റാത്തോണ്ടാ പുള്ളി പോയി കുഴിയെ കിടക്കുന്നത്. ദേവി ഇപ്പൊ തന്നെ വല്ല കാറ്റും മഴ അടിക്കണേ നമുക്കൊന്ന് പോവാം. അല്ല എലിയുടെ അമ്മയെ പറ്റി എന്താണ് എലിക്ക് പറയാനുള്ളത്? അമ്മ ഒരു സ്ത്രീയായിരുന്നു. തെറ്റാണോ അച്ഛൻ ചെയ്തേ? അല്ല, പിന്നെ അമ്മ നല്ലൊരു സ്ത്രീയായിരുന്നു. പിന്നെ എങ്ങനെ അമ്മ ഇങ്ങനെ ഒരെണ്ണം കിട്ടി? അമ്മയുടെ മോളല്ല ആയതുകൊണ്ട് അമ്മയുടെ മോള് തന്നെ. എന്റെ അച്ഛൻ ഒരു കഴകം കെട്ടവനായിരുന്നു. ഏത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ? എനിക്ക് ഒരു അച്ഛനേ ഉള്ളൂ ബാബു. അപ്പൊ മിന്നോ? വാടകയ്ക്ക് എടുത്തത്. ഓ വാടകയ്ക്ക് എടുത്തത്. ഓക്കെ. അപ്പൊ രണ്ടായില്ലേ? അതൊരു എക്സ്പയറി ഓക്കെ. അത് വിട്ടു. ആ ടോപ്പിക് നമുക്ക് വിട്ടു. നെക്സ്റ്റ്. അപ്പം എന്റെ അച്ഛൻ ഒരു കഴകം കെട്ടവനായിരുന്നത് കൊണ്ട് അങ്ങേര് എന്റെ അമ്മയെ ചതിച്ചു. അതെ, മറ്റം കുത്തിയ കുമ്പളം മറിക്കില്ലല്ലോ. എനിക്ക് തോന്നുന്നത് എന്റെ അച്ഛൻ മറ്റേ പരുന്ത് പശുവിനെ പോലായിരുന്നു തോന്നുന്നു. അമ്മ പക്ഷെ പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ വെറുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആകെപ്പാട് പറഞ്ഞത് നിന്റെ അച്ഛൻ ഇവിടെ എവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന്. കണ്ടുപിടിക്കാൻ പറ്റില്ല. പസിലായിരുന്നോ? ആ തള്ളക്കെന്നാ കറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്നൂടെ. കുഴി തോണ്ടിയെങ്കിലും കണ്ട് ചന്ദ്രൻ എന്ന് പറയുന്ന നാരയുടെ മുമ്പ് ഞാൻ എങ്ങനെയും കൊണ്ട് നിർത്തിയേനെ അങ്ങേരെ. ആ നാറിയാണ് എന്റെ തന്തയ്ക്ക് ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്. സത്യം. അല്ല എന്നിട്ട് അവൻ എനിക്ക് പറയാൻ ഇത്രയും കുഴിയെങ്കിലും ഇല്ല ഇവിടെ. അവൻ അതുപോലും ഇല്ല. നിന്റെ അച്ഛനോളാ? എന്റെ ഇവിടുത്തെ കുഴിയിലല്ല, വേറെ സെപ്പറേറ്റ് ഒറ്റയ്ക്ക് കിടത്തിക്കുക. വേറെ ആരെയും കൂടെ കിടത്താൻ കൊള്ളത്തില്ല. ബാക്കിയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് ഒരുമിച്ച് കിടത്താതെ മാറ്റി സെപ്പറേറ്റ് കിടത്തി. ഇല്ല അത് അങ്ങനെ അത്രയ്ക്ക് മോശമൊന്നും അല്ല. ചെറിയ കുരുത്തക്കേട് അത്രേ ഉള്ളൂ എലി. പക്ഷെ നമ്മളൊക്കെ സത്യസന്ധരാണ്. ഞാൻ പക്ഷെ ബാബു ഞാനൊരു കാര്യം പറയട്ടെ, ഈ സിറ്റിയിൽ സത്യസന്ധരായിട്ട് ഞാനും നീയേ ഉള്ളു. കാര്യം എന്താണെന്നറിയാമോ? നിന്റെ കൈ കിടന്ന് ചത്തു, നീ പ്രേമം നിർത്തി. വാസുവണ്ണൻ ഏതോ പെണ്ണുങ്ങളുടെ കൂടെ ഒളിച്ചോടി പോയി, ഞാനും പ്രേമം നിർത്തി. അതിനുശേഷം വേറെ ആരും നോക്കിയില്ല, ഞാനും വേറെ ആരും നോക്കിയില്ല. ബി ആർ ഓൺലി ട്രൂ എലി. സത്യം. അത് ഇപ്പോ ഇത്രയും നേരം സംസാരിച്ചതിൽ ഫസ്റ്റ് ടൈം എനിക്കൊരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് കിട്ടി. എന്നാ
അതന്നെ നമുക്ക് കിട്ടും ബാബു, ആരെങ്കിലും ഒക്കെ കിട്ടും നമുക്ക് വേണ്ടി. ഇല്ല ഈ സത്യസന്ധത മുഴുവനായി ഈ ഭൂമിയിൽ അരിച്ചിട്ടില്ലല്ലോ എലി. എന്നെങ്കിലും നമ്മളെ തേടി വരും. ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കാതെ ഞാൻ ചത്തുപോകും. ഒരു മിനിറ്റ്, അറിയാതെ ചാറ്റ് ചോദിച്ചതാ. രണ്ടും കൂടെ മൾട്ടി ടാസ്കിങ് ഈസ് ഹാർഡ്. അയ്യോ, അതിന് ശേഷം ആരും ഇല്ലായിരുന്നേ. ഇനി പിന്നെ ഞാൻ വേറൊരു കേസ് ചോദിക്കട്ടെ, എന്ന് വരും കണ്ടിന്യൂസ്ലി ആര്? എലി? ഇന്നോട്ട് കണ്ടിന്യൂസ് ആണോ? അപ്പൊ ഞാനും നമുക്ക് 3 പേർക്ക് ഒറ്റക്കെട്ടായിട്ട് ഒരു പുതിയ ബിസിനസ് തുടങ്ങാം. കാരണം ഗ്യാങ്ങിൽ നിന്ന് വെളിയിലാക്കി. വേറും ബാബു, ഫ്രണ്ടിലെ ബാക്കിൽ ഒന്നുമില്ല. പക്ഷെ ബാബു എന്നുള്ളതിന് വേറെ ടാഗ്ലൈൻ്റെ ആവശ്യമില്ലല്ലോ. എലി സത്യം പറയാലോ, എനിക്ക് ഏറ്റവും ആ പേരിട്ടത് മാത്രമാണ് നീ ജീവിതത്തിൽ ചെയ്തില്ലെങ്കിൽ എന്റെ വായിരിക്കുന്നതൊന്നും എന്റെ പലതും നീ കേൾക്കേണ്ടത്. സത്യം, ബാബുന്ന് പേര് വെച്ചിട്ട് എന്തെങ്കിലും തെറി വിളിക്കുമ്പോ വേറെ ആരെയും വിളിക്കുന്ന പോലെ തോന്നും അല്ലേ? ഭയങ്കരമായിട്ട് വിഷമം വരും, അതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല. നിന്റെ മോന്ത കാണുമ്പോ ഉണ്ടല്ലോ. എലി എലി അതല്ല ഞാൻ ചോദിക്കുന്നേ. അല്ല ഒരു മിനിറ്റ്, ഇവിടെ ആരും നിന്നെ തിരക്കി വരാ? എന്റെ അച്ഛൻ നിന്നെ അല്ല അത് എലിയുടെ അച്ഛന്റെ കുഴിയാണോ നോക്കിയതാ. അപ്പോഴേ മനസ്സിലായത് ഒരു ആണിന്റെ കുഴിയായിരുന്നു. എന്റെ അച്ഛനൊരു ധീരപുരുഷനായിരുന്നു കേട്ടോ. അതുകൊണ്ടാണല്ലോ അമ്മ പറഞ്ഞു പോലും തരാത്ത. അമ്മ പറഞ്ഞു തന്നല്ലോ ഏതോ കുഴി കിടപ്പുണ്ട്, കണ്ടുപിടിച്ച പോലെ. ശരിയാ. എന്റെ അപ്പൊ കുഴിച്ചെടുക്കുമ്പോഴേ കണ്ടുപിടിക്കാൻ അസ്ഥി കൂടുതൽ എന്തെങ്കിലും മറുക പോലും ഉണ്ടോ? എന്റെ അച്ഛനല്ലേ എന്തെങ്കിലും കാണും, എല്ലാം വല്ല ഒടിവോ ചെതുവോ. അല്ലെങ്കിൽ ഒരു കാര്യം നോക്കിയാൽ എലിയുടെ അച്ഛനാകുമ്പോ ബ്രെയിൻ ഇല്ലാത്തത് നോക്കിയെടുത്താൽ മതി. അല്ലാതെ ഇത്രയും വലിയ അബദ്ധമൊന്നും പറ്റാൻ ചാൻസ് ഇല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇങ്ങനെ എന്റെ അച്ഛന്റെ കുഴിയിൽ നിന്ന് ഞാൻ അവസാനം എന്റെ അച്ഛനെ കണ്ടുപിടിക്കുന്നു. ആ കണ്ടുപിടിക്കുന്ന സമയത്ത് വാസുടം വന്നിട്ട് അത് എന്റെ അച്ഛനും കൂടെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യൂടാ? അയ്യോ എലി, എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ പറയാൻ, സീരിയൽ കാണാൻ നിർത്തണം. ഇങ്ങനത്തെയൊക്കെ കോൺസെപ്റ്റ് ഒരിക്കലും ചിന്തിക്കാൻ കൂടി പാടില്ല. പുള്ളിക്കാരൻ ജീവിതകാലം മുഴുവൻ അങ്ങനെ ജീവിച്ചോളൂ. എന്നാലും എലിയുടെ അച്ഛൻ പുള്ളിയുടെ അച്ഛനാണെന്ന് പറയരുത്. എന്നിട്ട് അവസാനം ഞാൻ ആരെയിലുമായിട്ട് കെട്ടിപ്പോകുന്നത് പുള്ളി ഇങ്ങനെ നോക്കി കരയുന്നു. ഇതൊക്കെയാണ് എന്റെ സ്വപ്നം. അതെന്തായാലും അതുകൊണ്ടാണല്ലോ അതിന്റെ സ്വപ്നം എന്ന് പറയുന്നില്ലേ? പോന്നില്ലേ? ഇല്ലില്ല, മതി. ആവശ്യത്തിന് വെട്ടമുള്ളൊക്കെ വെട്ടിയല്ലോ. ഇറങ്ങുമല്ലേ? ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞില്ലേ? എന്റെ കട്ടിങ്ങും കഴിഞ്ഞായിരുന്നോ? താങ്ക് യു സോ മച്ച് ഫോർ എന്തായിരുന്നു കോൺട്രിബ്യൂഷൻസ്. സത്യം ഞാൻ ഓടി വരുമ്പോ മാത്രമേ എലി ഓടിപ്പോവും. കാരണം ഇന്ന് എലി ധൈര്യമായിട്ട് വന്നതിന്റെ കാരണം എലിയുടെ ഫേസ് ക്യാം ഇല്ല. എനിക്ക് നല്ല ഐഡിയ ഉണ്ട്. എലി ഫേസ് ക്യാം ഇല്ലാത്തതുകൊണ്ട് ഓടി എന്റെ അടുത്തോട്ട് വന്നത്. മറ്റേ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ സൗത്ത് പോലെയാണ്, അടുത്തോട്ട് വരുന്നു ദൂരെ പോകുന്നു. അതത്രേ ഉള്ളൂ. എലി സോ ഹംബിൾ ആൻഡ് താങ്ക്ഫുൾ ആൻഡ് താങ്ക് യു സോ മച്ച് എലി. എന്നെങ്കിലോ? ഓക്കെ ഡൺ. അതാരാ? എന്റെ കൂടെ ഉള്ള ആരും ഒന്നുമല്ല. ഇതാരാ? ഹലോ എടാ ചുക്കുരു, നീ ആയിരുന്നോ? അയ്യോ എലി പോയി കേട്ടോ. ഈ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, ചിരിക്കാൻ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. കണ്ടിന്യൂ വട്ടാ വിളിക്കാൻ വിചാരിക്കായിരുന്നു. ഒറ്റയ്ക്ക് ഈടെ ജസ്റ്റ് മിസ്സറാ. എനിക്ക് എലി ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അയ്യോ ഫോട്ടോ വാങ്ങിച്ചില്ല. എടാ എനിക്കൊരു 3 ഗേൾ ഫ്രണ്ട്സിനെ കിട്ടിയടാ. ഒന്നെടുത്തപ്പോ 2 ഫ്രീ കിട്ടി. പേര് അച്ചു, കിച്ചു, ലച്ചു. എന്നാണോ പേര്? കുട്ടിയുടെ പേര് അച്ചു, കിച്ചു, ലച്ചു. 3 പേര്. അവര് ട്രിൻസ് ആണ്. വാ ഗ്യാങ് ഹൗസിൽ പോയിട്ട് വരാം. വണ്ടിയുടെ പെർമിഷൻ ഒന്നും ഇല്ലേ? ഇല്ല. വണ്ടിക്ക് റോള് വേണം ഓടിക്കണേ.
അതെന്ത് ടോക്കട അങ്ങനെ എന്നോട്? താക്കോലേര അത് ന്യായമായി. തപ്പട്ടെ. ആദ്യമായിട്ടാണ് കേട്ടോ ബാബുവിനോട് വണ്ടി ഓട്ടിക്കാൻ താക്കോല് വേണമെന്ന് പറയുന്നത്. അതും ടിവിയുടെ വണ്ടി. അതിപ്പോ എല്ലാവർക്കും വേണം. ബാബുവിനത് അവന് വോയിസ് ഇല്ലല്ലേ അവിടെ? ആ കൊടുക്കരുതെന്നാണോ? അല്ലല്ല, ഇത് പൈസ. പൈസ ഓക്കെ ഓക്കെ. ഞാൻ വെച്ച് വണ്ടി കൊടുക്കരുത് നേരിട്ട് എന്ന് പറഞ്ഞത്. കിട്ടിയില്ലേ? ഇനി കയറി നോക്കി. ആ ഇനി കയറി നോക്കട്ടെ. ആഹാ അന്തസ്. ഓബി ഒന്നുകൂടെ തന്നെ ഇനി കയറി നോക്കട്ടെ. അയ്യോ തൊണ്ട വേനെടുക്കണടേ. ഞാൻ തന്നു താക്കോലിൽ ഇനി തരാം എനിക്ക്. എവിടെ? കയ്യിലുണ്ട്, നോക്ക്. ഇഷ്ടം പോലെ താക്കോലുണ്ടല്ലോ. ഗ്യാങ് വണ്ടി ഓടിക്കാൻ റോള് വേണോടാ? ഗ്യാങ് വണ്ടി ഓടിക്കാൻ എടാ ഓട്ടിക്കാൻ പറ്റും. കേറ് കേറ്. ആ കിട്ടി. റെഡി. ചെയ്യാണ്ടാ ആർക്കും ഒരു ഐഡിയ ഇല്ല ഇതിനെ പറ്റി. എടാ എല്ലാരും ഇവിടെ ഉണ്ടേ. എവിടാ? ഹലോ ഹോസ്റ്റേറ്റ് വണ്ടി സ്റ്റേഷന്റെ പുറത്ത് ഇറക്കണം, അല്ലേ പോപ്പോ? ഓ ഇപ്പൊ ഇറക്കണം. റിപ്പയറോ ഒരു മിനിറ്റ് ഇപ്പൊ വരാം. ഒരു കോൾ വിളിച്ചിട്ട് വരാം. പൈസ ഇല്ല. ചെറുക്കന്മാരടുത്ത് പറയാൻ പറ്റുമോ? 5 പൈസ ഇല്ല. ആവശ്യമായിട്ട് പിച്ചക്കാരനാണെന്ന് വിചാരിക്കില്ലേ അവരെ? എടാ ഒന്ന് റിപ്പയർ ചെയ്തിട്ട് എനിക്ക് ഞാൻ കോൾ വിളിച്ചിട്ടായിരുന്നേ. ഹലോ മജു. ആ പറഞ്ഞോ മജു. എന്തെല്ലാം സുഖമല്ല. മച്ചൂടെ പൈസ ഉണ്ടാക്കാൻ വല്ല വഴിയുണ്ടാ? ആ ഒരു പുള്ളിയുടെ നമ്പർ തരാം. പുള്ളിയുടെ ടീമിൽ ചേർന്നാൽ മതി. പുള്ളിയുടെ പേര് ജക്കറിയ പോട്ടൻ. ജക്കറിയ പോട്ടൻ. നമ്പർ പറയട്ടെ. നമ്മ ഇന്ന് വന്നോളൂ. അപ്പൊ നമുക്കൊന്നും അറിയാൻ പാടില്ല. ഓ പുള്ളി ലൂസിഫർ അല്ലേ പേര്? പേര് ഫോണിന് കാണിക്കാം. ഫോൺ എടുക്കുമ്പോഴേ കാണിക്കാം. ബ്ലൂടൂത്ത്. ഈ പുള്ളിയെ വിളിച്ചു കഴിഞ്ഞാലേ വലിയ രീതിയിൽ ഉള്ള ഫണ്ടിങ് ആണ് പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്ക് ചില കുറച്ച് ഔട്ട്ലെറ്റ്സ് വേണം. ഇത് ഓൾറെഡി ഓടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. രക്തം പുറകില്. അതെന്താ രക്തോ? എവിടെ രക്തം? ബാക്കില്. അറിയില്ല ഗഡി. അതാ ഞാൻ വന്നപ്പോ അല്ല ബൈക്ക് ബ്രോ ആയിരുന്നു. ബ്രോ ബൈക്ക് ഓട്ടിക്കുമായിരുന്നു ഇത്രയും നേരം. പുള്ളി ബാക്കി ഇരിക്കുവായിരുന്നോ? അല്ല പുള്ളി തന്നെ എന്തോ ചെയ്തു ഞാൻ വന്നപ്പോഴേ. രക്തം വന്നിട്ടുണ്ട്. ഞാനിപ്പോ ഇവിടെ വന്നു വെച്ചു. ഇവിടെ വന്നതും പുള്ളി വിളിച്ചോണ്ട് കൈയല്ല നീ മച്ചു. എന്റെ ഒരു കൈ വലുതാ മച്ചു. കയ്യില് ബാക്കിൽ ചോര. അല്ല എങ്കിൽ ഇനി പുള്ളി ഇപ്പൊ വിളിക്കണ്ട കേട്ടോ. നാളെ വിളിച്ചാൽ ഞാൻ തന്നെ നമ്പറേ. ഇതെന്തോ ചെയ്യണ്ട? പുള്ളിനെ വിളിച്ചിട്ട് ഈ രക്തമൊക്കെ മാറുമ്പോ പുള്ളിനെ വിളിച്ചാൽ മതി. ആ പുള്ളി ഫണ്ടിങ്ങിനുള്ള ബാക്കി അടുത്ത വഴി ഒപ്പിച്ചേരും. ഇപ്പൊ ബ്രോ നല്ലൊരു എക്സ്പീരിയൻസും കൂടെ ഉള്ള ഒരാളാണ്. ബ്രോക്ക് എന്തായാലും നല്ല ഡിമാൻഡ് ഉണ്ടാവും പുള്ളിയുടെ അടുത്ത്. പിന്നെന്താ? താങ്ക്സ് മച്ചു. രക്ഷപ്പെടുമ്പോ ഓർക്കണേ എപ്പോഴെങ്കിലൊക്കെ നമ്മളെ ബാബു വൺമിസ്റ്റർ ബാബു നമ്പൂരി. ഞാൻ ഇവിടെ ഇതുപോലെ ആൾക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇല്ല ഞാൻ ഈ പരിപാടിയൊന്നും ചെയ്യാറില്ല. നമുക്ക് പണിയെടുക്കാൻ ഇഷ്ടമല്ല. നമ്മൾ ഇത് പറയണൊക്കെ ആൾക്കാരെ കണ്ടറിയല്ലോ. ബ്രോ കണ്ടു കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ നല്ല രീതിയിൽ ഉയരങ്ങളിലെത്തും. അല്ല അങ്ങനെയല്ല, വേണ്ടി വരും. ഓക്കെ 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 ഇത് ഇന്നും ഉണ്ടായാ മതി. നാളെ മുതൽ ഇരിക്കാൻ പോലും പറ്റൂല. ഒരു പാവം. ഞാൻ കൊടുത്ത നമ്പർ അറിയാന്നറിയാവോ? സിറ്റിയിൽ ബാക്ക് ട്രാഫിക്കിങ് നടത്തുന്ന ഒരു തന്നെ അമ്പത്തൂരിന്റെ നമ്പറിന് വേണ്ടി എന്റെ അടുത്ത് വന്നതാ. പോവാം വണ്ടി എടുത്തോ. എടാ ഇതാര് സാവേജ്? എവിടെ എടാ ഇതാര് ലോലനാ?
കേട്ടല്ലോ എടാ നമ്മളേന്ന് ഒരു മൈൻഡില്ലല്ലോ ലോല. അതിന് മൂന്ന് പെമ്പിളാരുണ്ട്, നീ എന്നെ മൈൻഡ് ചെയ്തേ. ഓ ചാവേജേ കുട്ടാ, എങ്ങോട്ട് പോനെ? എന്റെ പേര് മറന്നോ? ഇല്ല. ആ എടേ, നാളെ ആരൊക്കെ കളിക്കണേ? കളിയുണ്ടോ? നാളെ ഇല്ലേ കളി? ആരൊക്കെയാ കളി? ആരൊക്കെയാ? എടാ നാളെ ആരൊക്കെ കളിച്ചാലും റബ്ബ് മുഖ്യം ബിയിലേ. കണ്ടോ പുള്ളി ഇപ്പോഴും മാക്സിമം വിട്ടിട്ടില്ല. ഇത് ഇയാളെ പരിചയം ഷാലുറാക്സ്. നോട്ട് ചെയ്തിട്ടില്ല കേട്ടാ. എങ്ങോട്ട് പോവാനാ ബാബുസേ? എടാ പോ, എവിടെയെങ്കിലും പോ. വണ്ടി കറങ്ങാനാണല്ലോ നമ്മുടെ ഐശ്വര്യം. ഇവിടെ ബാബുസേ ഇവിടെ ഇപ്പം മുതിക്കലൊന്നും ഇഷ്ടം പോലെ. ഞാൻ വന്നപ്പോ തൊട്ട് ഞാൻ ഇന്നും ആരുമില്ല എന്ന് പറഞ്ഞ് കേറാതിരിക്കുവായിരുന്നില്ലേ. വന്നപ്പോ തൊട്ട് ഒരുപാട് പേര് ഒരേ കാര്യം നടന്നു ഇന്ന്. ഹലോ എവിടെയുണ്ട്? നീ ഇവിടെ ഉണ്ട്. നമ്മ അങ്ങോട്ട് ഇപ്പൊ വരും. മുതുക്കണ്ടല്ലോ നമ്മള്. എവിടെ കാണും? ഫോട്ടോ നോക്കണം. എടാ സിറ്റിക്കകത്ത് നമ്മൾ എടുത്ത ഫോട്ടോ വെളിയിൽ കിട്ടോടാ. കോപ്പി അടിച്ചാ കിട്ടും. കിട്ടേണ്ടന്ന്. അല്ല ഇവിടെ ഇതിനകത്ത് ഞാൻ എടുക്കുന്ന ഫോട്ടോ വെളിയിൽ പോവോ? ഇല്ലില്ല, അത് ക്യാമറ മോഡി ആണെങ്കിൽ അതേത് കണ്ടു? ഗോക്കുവായിരുന്നോ? പിന്നെ ഇവൻ BC പോലും വരാത്തോണ്ട് ഇവൻ എനിക്ക് അറിഞ്ഞോടാ. മിനിഞ്ഞാന്ന് തന്നെ ഒരു പ്രാവശ്യം വന്നത് കുറെ നാൾക്ക് ശേഷം. ഞാൻ ഇപ്പൊ ഫുൾ ആക്റ്റീവ് ആണ് കേട്ടാ. ഞാൻ ഫുൾ ടൈം ആക്റ്റീവ് ആണ് ഇപ്പൊ. അതാരാ ഗേൾഫ്രണ്ട് ആണോ? നടക്കട്ടെ. അപ്പൊ അതാണ് സിറ്റിയിൽ ആക്റ്റീവ്. ഹായ്